ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെ എല്ലാവരും വിവരങ്ങളും സുഖല്ലേ? നമ്മൾ ഇന്നലെ മിഞ്ഞാന്നത്തെ വീഡിയോയിൽ സോപ്പ് ഉണ്ടാക്കണത് കാണിച്ചിരുന്നല്ലോ. അത് ഫുള്ളായിട്ട് നിങ്ങൾ കണ്ടിട്ടില്ല. അപ്പോൾ 2 ദിവസം കഴിയണമല്ലോ അത് കാണിക്കണേ, ബാക്കി ഫുള്ളായിട്ട് കാണണമെങ്കിലേ. അപ്പോൾ നമ്മൾ ആ അച്ചിൽ ഒഴിച്ച് വെച്ചത് വരെ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. അപ്പോൾ പിറ്റേ ദിവസം ആ സമയം ആയപ്പോൾ ഉണ്ടാക്കി അതേ സമയം നേരത്തോട് നേരം ആയപ്പോൾ അതെടുത്തിട്ട് നമ്മൾ കമഴ്ത്തി വെച്ചുകൊണ്ട് സോപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ തട്ടി കൊടുക്കണത് എന്താ വെച്ചാൽ കമഴ്ത്തി വെച്ചാൽ തന്നെ അതിന് ചാടി പോരും. പക്ഷേ ഇത് ഇന്ന് ചെറുതായിട്ടൊരു പ്രയാസം കാണുന്നത് എന്താ വെച്ചാൽ നമ്മളത് ആ പാത്രത്തിൽ കവറ് വെച്ചില്ല. കവറ് സാധാരണ വെക്കണം, വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പിന്നെ അതിൽനിന്ന് ഊരി പോരും സോപ്പ്. അപ്പോൾ സാധാരണ ഇവിടെ കവർ എടുത്ത് വെക്കലുണ്ട്, ആ കവർ നോക്കിയിട്ട് കണ്ടില്ല. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ വീഡിയോ എടുക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് അങ്ങനെയാണ്ട് കവറില്ലാതെ ഒഴിച്ചതാട്ടാ. അതാണ് അതിന് കിട്ടാൻ കുറഞ്ഞൊരു പ്രയാസം വന്നത്. അപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ എന്തായാലും ഒരു കവർ ആദ്യം ആ വേസ്റ്റിൽ വിരിച്ചിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ സൂപ്പറായിട്ട് കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ പുറത്തേക്ക് കൊടുക്കാനൊന്നുമല്ലല്ലോ, വീട്ടിൽ ഉപയോഗിക്കാനല്ലേ, അങ്ങനെ അയച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ കിട്ടാനുള്ള ഒരു പ്രയാസം കൊണ്ട് ഇപ്പോൾ ഇതിനൊരു കഷ്ണം മുറിച്ചെടുത്തതിന് ശേഷമാണ് പിന്നെ കുട്ടി ബാക്കിയൊക്കെ എടുക്കുന്നത്. സാധാരണ ആ കൊട്ടി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കടയിൽ നിന്ന് കിട്ടുന്ന പോലെ വാരാക്കി ഇങ്ങനെ മുറിച്ചെടുക്കലാട്ടോ. നല്ല സുഖമാണ്, നല്ല സോപ്പാണ്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കൊണ്ട്. നമുക്ക് എത്ര 60 രൂപ ആയിട്ടാണ് ആ കിറ്റിന്. അപ്പോൾ നല്ല ലാഭമാണ്, എത്രയോ മാസങ്ങൾ നിൽക്കും. 60 രൂപയ്ക്ക് എത്രയോ മാസങ്ങൾ സാവുവാൻ. നമുക്കിപ്പോൾ 60 രൂപയ്ക്ക് ഇപ്പം ഇന്ന് ഒരു വാര ഒക്കെ അല്ലേ കിട്ടുള്ളൂ. നല്ല വിലയല്ലേ സാവുക. ഞാൻ വാങ്ങിയിട്ട് കുറേ, എനിക്ക് വില പോലും അറിയില്ല. ഇങ്ങനെ തന്നെ ഉണ്ടാക്കൽ കഴിയുമ്പോഴത്തിന് ബേജാറാണ്. അങ്ങനെ കൊടുന്ന് ഉണ്ടാക്കലാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കലുണ്ടാവും. ഇപ്പോൾ ഒരുവിധം വീട്ടിലൊക്കെ ഉണ്ടാക്കലുണ്ട്. അവിടുത്തെ ഞങ്ങളമ്മയൊക്കെ ഉണ്ടാക്കീനോ, ആദ്യമൊക്കെ ഉണ്ടാക്കീനോ. പിന്നെ എല്ലാവർക്കും ഈ എണ്ണ കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ട് മാത്രം എല്ലാവരും ബാക്കിലേക്ക് നിൽക്കണത്. എണ്ണ നമുക്കിങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടണം, എന്നെങ്കിലേ നമുക്ക് മുതലാവുള്ളൂ. പൈസ കൊടുത്തുകൊണ്ട് എണ്ണ വാങ്ങിക്കാണ്ട് എന്തായാലും സോപ്പ് ഉണ്ടാക്കി നമുക്ക് നഷ്ടമാണ്. കഴിയണവർക്ക് പറ്റൂട്ടാ. പിന്നെ നമുക്ക് വാങ്ങാൻ പ്രയാസമില്ലാത്തവർക്ക് അങ്ങനെ വാങ്ങിക്കാണ്ട് ഉണ്ടാക്കാം. എന്നാലും കുറേ കാലം ഈടുക്കുമല്ലോ, കടിയത്തെ വില എന്തായാലും ആവില്ലല്ലോ. പിന്നെ പഴയ എണ്ണ എന്ന് പറഞ്ഞാൽ മീൻ പൊരിച്ച എണ്ണ നമ്മൾ ഉപയോഗിക്കൂല കേട്ടോ. ചിക്കൻ പൊരിച്ചത് നമ്മൾ പിന്നെന്താണ് ഓഡിറ്റോറിയത്തിൽ അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടാവുമല്ലോ, പല പൊരികളും ഇതൊക്കെ ഉണ്ടാവുമല്ലോ, ചിക്കനും എന്താണ് ബ്രോസ്റ്റ് അങ്ങനത്തെ ഒക്കെ പൊരിച്ച എണ്ണകൾ നല്ല തെളിഞ്ഞ എണ്ണ ആവുമല്ലോ. അത് ഓരോ വലിയ വലിയ കല്യാണത്തിലൊക്കെ ഇഷ്ടം പോലെ ബാക്കിയാണ്, അവർക്ക് വേണ്ടി വരില്ല. അപ്പോൾ അങ്ങനത്തെ കേട്ടോ ഞങ്ങൾ കൊടുന്ന് വെക്കൽ. ഒരു വാസനയും ഡ്രസ്സൊന്നും ഒരു വാസനയും ഉണ്ടാവില്ല. പിന്നെ പൈസ ഉള്ളവർക്ക് കംഫർട്ടോ ഡ്രസ്സിന് വാസന ഉണ്ടാകാൻ എന്തൊക്കെ ഇപ്പോൾ ഉപയോഗിക്കാറുണ്ട്, ഒലിമ്പിണ വെള്ളത്തിൽ മുക്കലൊക്കെ ഉണ്ടല്ലോ. അതൊന്നും ഞങ്ങൾ ചെയ്യലില്ല, ഞങ്ങൾ വാങ്ങലുമില്ല. പക്ഷേ ഞങ്ങൾ ഡ്രസ്സിനൊന്നും വേണ്ടാത്ത സ്മെല്ലില്ല, ഇതിന് നല്ല സ്മെല്ല് തന്നെയാണ്. മീനിൻ്റെ എണ്ണ ആകുമ്പോൾ മീനിൻ്റെ സ്മെല്ല് വരും. വെച്ചിട്ട് നമ്മൾ ചിക്കൻ്റെ എണ്ണ ആകുമ്പോൾ ചിക്കൻ്റെ സ്മെല്ല് വരില്ല. മീനിൻ്റെ എണ്ണ തീരെ ഉപയോഗിക്കരുത് കേട്ടോ. ഒന്നിനും പറ്റില്ല, പാത്രം കഴുകാൻ പോലും പറ്റില്ല. നമ്മളെ വീഡിയോൻ്റെ താഴെ ഒരു കമൻറ്റ് കണ്ടൻറ് ഇല്ലാഞ്ഞിട്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്യണത് എന്ന്. ഇന്നലെ നമുക്ക് കണ്ടൻറ് ഇല്ലാത്തൊരു പ്രയാസവും ഇല്ല കേട്ടോ. കണ്ടൻറ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ജീവിത പ്രശ്നം തന്നെ മതി ഞങ്ങളെ കണ്ടൻറ്. ഞങ്ങൾക്ക് ഓരോരോ ദിവസത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ. ഞങ്ങൾക്ക് ഹോസ്പിറ്റൽ തന്നെ ഉള്ളൂ, ഹോസ്പിറ്റലിൽ മരുന്ന്, പിന്നെ വീട്ടിലത്തെ അവസ്ഥകൾ, പിന്നെ ഓട്ടോ പോയിട്ട് അവിടെ നിൽക്കണതും ഇരിക്കണതും, അതന്നെ ഞങ്ങളെ സ്ഥിരം, അതന്നെ മതി ഞങ്ങളെ കണ്ടൻറ്. വേറെ ഒന്നും കാര്യമായിട്ട് കണ്ടൻറ് വേണ്ട. കണ്ടൻറ് ഇല്ലാത്തതുകൊണ്ടല്ല, എന്നും ഇപ്പം നമ്മളെ ദുരിതങ്ങൾ ഇങ്ങനെ അങ്ങനെയൊക്കെ കാണിച്ച് തരുമ്പോൾ നിങ്ങൾക്കും തന്നെ വല്ലപ്പോഴും ഒന്ന് വേറെ സന്തോഷമുള്ളതൊക്കെ ഒന്ന് കാണാൻ പൂതി ഉണ്ടാവില്ലേ. അപ്പോൾ പിന്നെ അങ്ങനെ നമ്മൾ ചെയ്യണതാണ് കേട്ടോ. ഒന്നിപ്പോൾ വലിയ സുഖമൊന്നുമില്ല. കണ്ടൻറ് ഇല്ല എന്ന് പറയണ്ട, ഇനി ഊരവേദനയാണ്. നമ്മൾ ചേരി കുറേ ദിവസമായി കൊണ്ടുവരണമെന്ന് ഇങ്ങനെ വിചാരിച്ചിട്ട്, ഇന്നിപ്പോൾ മഴ ഇതിന് ശേഷമാണ് ഒഴിവിട്ടിപ്പോൾ കൊണ്ടുവന്നത്. ഇന്ന് രാവിലെ കുറച്ച് ഒലർച്ച ഉണ്ടായിനല്ലോ, അപ്പോൾ കുറച്ച് ചേരി പോയി കൊടുന്നു, ചാക്കിലാക്കിക്കാണ്ട് ഏറ്റി കൊടുന്നു. അപ്പോൾ ഊരൊക്കെ എന്തൊക്കെ അസ്വസ്ഥത ഉണ്ട്. അങ്ങനെ നനഞ്ഞ വെള്ളമുള്ള ചേരിയല്ലേ കൊണ്ടുവന്നത്. അതവിടെ കിടക്കണ ചേരി ആവശ്യമില്ലാത്ത ചേരിയാന്ന് എനിക്ക് അറിയില്ലേനു. അങ്ങനെ അറിയെങ്കിൽ ഞാൻ ആദ്യമേ ആ വെയിലുള്ള സമയത്ത് തന്നെ കൊണ്ടുവന്നീനു. അപ്പോൾ അറിഞ്ഞ തന്നെ ഞാൻ ഇനിയിപ്പോൾ അത് ആരെയും കൊണ്ടുപോയി തീരുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് കൊണ്ടുവന്നു. അപ്പോൾ നോക്കുമ്പോൾ ഊര ഞെട്ട് പിന്നെ നരമ്പ് വലിയ എന്തോ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനൊന്നും പറ്റണില്ല. ഏതായാലും എല്ലാവരും പ്രാർത്ഥിക്ക്, ഹോസ്പിറ്റലിലൊന്നും പോവാതെ പെട്ടെന്ന് ശരിയായിട്ട് തൈലൊക്കെ ഉണ്ട്, അതൊക്കെ തേച്ച് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നുണ്ട്. നല്ല മഴയൊക്കെ ആണല്ലോ അല്ലേ. ആർക്കും പുറത്തിറങ്ങി പോകാനൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. മക്കളെല്ലാവരും വീട്ടിലുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കാനൊക്കെ ആഗ്രഹം ഉണ്ടാവും. നിങ്ങളൊക്കെ എല്ലാവരും എന്തൊക്കെ ഉണ്ടാക്കി? നമുക്കൊന്നും കാര്യമായിട്ട് സ്പെഷ്യലൊന്നുമില്ല.
മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കൊരാഗ്രഹമുള്ളൂ, ഓൾക്ക് എന്നും സ്കൂളല്ലേ, അപ്പോൾ പെരയിലുണ്ടാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ അമ്മമാർക്കൊക്കെ നല്ല ആഗ്രഹക്കാരം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല, അതുകൊണ്ടാട്ടോ കാണിക്കാത്തത്. എന്നാൽ ഹസ്ബൻഡേനു കുക്കിങ്ങിലൊക്കെ ഹസ്ബൻഡേനു. എനിക്ക് അടുക്കളയിൽ പോകാനൊന്നും പറ്റിയിട്ടില്ല. ചേരിയൊക്കെ രാവിലെ തന്നെ ചായടി കഴിഞ്ഞാണ്ട് ചേരി കൊടുന്നപ്പോൾ തന്നെ തീരെ വയ്യാതായി. പിന്നെ ചോറും കറിയൊക്കെ ഹസ്ബൻഡാണ് ഉണ്ടാക്കിയത്. നിങ്ങളൊക്കെ എന്തായിരുന്നു ഈ മഴയത്ത് നല്ല പായസം കുടിച്ചാൽ പൂതിയുള്ളവരുണ്ടാവും, നല്ല ചൂടുള്ള ചിക്കൻ ബിരിയാണി തിന്നാൻ പൂതിയുള്ളവരൊക്കെ ഉണ്ടാവും. എന്തൊക്കെ ഉണ്ടാക്കിയെന്നൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം കേട്ടോ. ഞാൻ ബാഡ് കമൻ്റായി കണക്കാക്കൂല, എല്ലാതും പോസിറ്റീവായിട്ട് തന്നെ എടുക്കുള്ളൂ. പിന്നെ വീഡിയോ ഒന്ന് ഉഷാറാവണമെങ്കിൽ നമ്മൾ പുറത്ത് പോയി നല്ല വെളിച്ചമുള്ളിടത്തൊക്കെ പോയി എടുക്കണം. പിന്നെ വണ്ടിയായിട്ടൊക്കെ പോയിക്കാണ്ട് അങ്ങനെയൊക്കെ എടുക്കണം. അതിനിപ്പോൾ വണ്ടിക്ക് എണ്ണയൊക്കെ അടിച്ചൊക്കെ പോകണം. പിന്നെ നമുക്ക് ഒഴിവും വേണം. വീട്ടിലാവുമ്പോൾ അത്രയൊക്കെ തന്നെ അല്ലേ ഇത് കിട്ടുള്ളൂ. പിന്നെ അതിൻ്റേതായ നല്ലൊരു ഫോണും വേണം, നല്ല ക്ലിയറുള്ള ഫോണൊക്കെ വേണം. ഇൻഷാ അല്ലാഹ് അതൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുക. അതിനൊക്കെ വേണ്ടിയിട്ടല്ലേ നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങണതേ. നിങ്ങളെല്ലാവരും സപ്പോർട്ടുണ്ടായാൽ എല്ലാം നേടിയെടുക്കാമല്ലോ. ഇൻഷാ അല്ലാഹ് നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരണ്ടേ. ഇതുപോലെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത മാതിരി ഇനിയും സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും സ്കിപ്പടിക്കാതെ വീഡിയോ മുഴുവനായിട്ട് കാണണം. ലൈക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ കാണാൻ കയറാൻ. ഇരുന്നാൽ പിന്നെ നീച്ചണമെങ്കിൽ ഒരാളെ സഹായം വേണപ്പോൾ. അത്രയും അങ്ങോട്ട് അനങ്ങണില്ല, അത്ര പ്രയാസമാണിപ്പോൾ. ഹോസ്പിറ്റലിൽ പോവാതെ ഇങ്ങനെ കഴിച്ചിലായി കിട്ടിയെങ്കിൽ വിചാരിച്ച് കാരണം തൈലൊക്കെ ഇങ്ങനെ തേക്കുന്നുണ്ട്. 2-3 പ്രാവശ്യമായിട്ട് ഇന്നിപ്പോൾ തേച്ചു. ഒരു ഇത് കാണുന്നില്ല ഇപ്പോൾ. എന്താ നിങ്ങൾ സോപ്പൊക്കെ സൂപ്പറായിക്കണില്ലേ? അത് കാണുന്ന പോലെ തന്നെയാണ് കേട്ടോ. തേക്കാനും അലക്കാനും എല്ലാത്തിനും സൂപ്പറാണ് കേട്ടോ. നല്ല പതയുണ്ട്. പിന്നെ കളറിന് കാണാൻ ഭംഗിയില്ല, കളർ ഞങ്ങൾ ചേർത്തിട്ടില്ല. ഇത് എനിക്കൊരു 2-3 മാസത്തിനുണ്ടാവും ഈ സോപ്പ്. ഞാനൊരു സർഫും പൊടിയോ മറ്റുള്ള ഒന്നും ഞാൻ ഉപയോഗിക്കലില്ല. ഇതന്നെ നല്ല ഈടും ഉണ്ടാവും. കുറച്ചും കൂടി ഈട് കിട്ടണമെങ്കിൽ നമ്മൾ ആട്ടിയ എണ്ണൻ്റെ അടിയിലുണ്ടാവില്ല, നമ്മൾ എന്താ ഇതിന് പറയുക, കീടെന്നൊക്കെ പറയും. ഞങ്ങൾ കീടെന്നൊക്കെ പറയും, നിങ്ങൾക്ക് അറിയില്ല. ആ കീടമൊക്കെ നമ്മൾ ആ എണ്ണയിൽ മിക്സ് ചെയ്ത് ചേർത്താൽ സോപ്പ് കാണാൻ ചെറിയൊരു കുത്ത് എള്ളി പോലെയൊക്കെ കാണാനുണ്ടാവും. പക്ഷേ എന്നാലും നല്ല ഈട് കിട്ടും സാബുവിന്. അങ്ങനെ 2 ദിവസം 4 ദിവസം അങ്ങനെയാണ് കെട്ടി വെച്ചതിന് ശേഷം എടുത്താണ്ടല്ലോ അടിപൊളി സോപ്പാട്ടോ. നല്ലോണം ഉപയോഗിച്ച് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഉപയോഗം തുടങ്ങിയിരിക്കണം. അതുകൊണ്ടാണ് ഇത്ര ഇതായിട്ട് പരസ്യമായിട്ട് ഞങ്ങളോട് പറയണത് കേട്ടോ. ഇതാ നമ്മൾ സോപ്പ് ഉണ്ടാക്കണ വീഡിയോ കാണിച്ചില്ലേ? അപ്പോൾ സോപ്പ് ഉണ്ടാക്കിയത് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയണ്ടേ? അതൊന്ന് കാണിക്കട്ടെ കേട്ടോ. ഇതാക്കണം, സോപ്പ് ഉണ്ടാക്കി നമ്മൾ കഷ്ണങ്ങളൊക്കെ ആക്കി ഇങ്ങനെ മുറിച്ച് വെച്ച കവറിൽ കെട്ടിയേക്കണം. അങ്ങനെ ആവശ്യം പാത്രം കഴുകാനും പറ്റും. അലക്ക് സോപ്പാക്കി ഉപയോഗിക്കുക. നമ്മൾ അലക്കിയതിന് ശേഷം കുറച്ച് അലിഞ്ഞു പോകുമ്പോൾ ചെറിയ കഷ്ണമാവുമല്ലോ, അതെടുത്ത് നമുക്ക് പാത്രം കഴുകാനും. ഞങ്ങൾ ഇതന്നെ സ്ഥിരമായിട്ട് ഉപയോഗിക്കില്ല. കയ്യിനൊന്നും ഒരു കുഴപ്പമില്ല, നഖത്തിനോ ഒന്നിനൊരു കുഴപ്പമില്ല കേട്ടോ. ഇത് നമ്മൾ ഡോക്ടർ വാഷിന് അതുപോലെ ഉണ്ട്, സൂപ്പർ സോപ്പാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.